അതുപോലെയാണ് നമ്മളും. ജീവിതത്തിൽ വഴിതെറ്റിപ്പോകുന്ന ഒരു കുട്ടിയെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാൻ 3 പേർക്ക് മാത്രമേ കഴിയൂ. നല്ലൊരു ഗുരുനാഥൻ, നമ്മളെ മനസ്സിലാക്കുന്ന മാതാപിതാക്കൾ, നല്ലൊരു കൂട്ടുകാരൻ. തെറ്റുകളിൽ നിന്ന് നന്മയിലേക്ക് മാറിയ ഒരു കുട്ടിയുടെ കുഞ്ഞു കഥയാണിത്. ഞങ്ങൾ അവതരിപ്പിക്കുന്നു വെളിച്ചത്തിലേക്കുള്ള വഴി. ഇന്നലത്തെ കണക്ക് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ലതായിരുന്നു ഇതിലെ പരീക്ഷ. ആ വാ നോക്കാം. അനുമോൾ 50-48 നന്നായിട്ടുണ്ട്. ഇഷാനി 50-35 കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം നല്ലപോലെ പഠിക്കാൻ പറ്റും. രാഹുൽ 50-30 അധികത്തുള്ളണ്ട. അടുത്ത പരീക്ഷ തോറ്റു ഇതുവരെ പഠിച്ച. അമ്മു 50-8. അമ്മത്തെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ ഓണപരീക്ഷ എടുത്തു വരാണ്. ഇങ്ങനെ പോയാൽ തോറ്റു പോകും. അമ്മ എവിടെ പോണ്? ഇതൊക്കെ ചോദിക്കാൻ മാഷാരാ. ഞാനിവിടെ കാശ് കൊടുത്താ പഠിക്കുന്നത്. ഞാൻ ഇഷ്ടമുള്ളപ്പോ വരും പോകും. കേട്ടോ രവി മാഷേ? അമ്മ, ഇതെന്റെ ക്ലാസ്സാണ്. നിങ്ങളെന്റെ കുട്ടികളും. നിനക്ക് നിന്നെ വിശ്വാസം കാണില്ലായിരിക്കും, പക്ഷെ എനിക്ക് നിങ്ങളെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. ഇനി ഞാൻ പറയും, അമ്മ അത് കേട്ടു. അമ്മ ഒന്നിരിക്കൂ. ഹലോ, എടി കമലേ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, ഒന്നും പറയണ്ട. ഇന്നലെ വിവാഹ സംബന്ധമായി എവിടുന്നോ ഓടിയാ വന്നത്. ഓ, ഏതൊരു കാര്യം. ഓ, ഓടിനെ പറ്റൊന്നും പറയണ്ട. നീ ഓടിയ കാര്യം ഈ നാട്ടിൽ പാട്ടാ. ഈ പെണ്ണുപിള്ള പൊങ്ങച്ചം പറയാൻ സമ്മതിക്കില്ല. ആ, നിന്റെ മോളെ വിശേഷം എന്താ? ഓ, അവൾ ഇവിടുത്തെ ഏറ്റവും വലിയ സ്കൂളിലല്ലേ പഠിക്കുന്നത്. ഏട്ടന് എത്ര ലക്ഷം രൂപ മുടക്കിയെന്നറിയോ അവളവിടെ ചേർത്തിയത്? ആ, കഴിഞ്ഞ വർഷല്ലേ നിന്റെ ആ പബ്ലിക് സ്കൂളിൽ നിന്ന് മോളെ അടി ഉണ്ടാക്കി ഇറക്കിയത്. ഇപ്പൊ ആ പബ്ലിക് സ്കൂള് വലിയൊരു പബ്ലിക് സ്കൂളായി. ഓ, നാട്ടുകാർക്ക് എന്ത് വേണമെങ്കിലും പറയാലോ. അസൂയ, കടുത്ത അസൂയ. എടി അന്നിട്ടല്ലോ. ഏയ് വേണ്ടായേ, ആ ഇല്ലാത്ത തള്ളി നീ ഇല്ലാത്ത ഓടിയെ പോയി തള്ളിയാ മതി. അല്ലേലും ഇവളുമാർക്ക് പങ്കച്ചക്കാരെ പിടിക്കില്ലല്ലോ. രക്ഷിതാക്കളുടെ ശ്രദ്ധയ്ക്ക് ഇന്നലെ നടത്തിയ കണക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ഉത്തര പേപ്പർ കുട്ടികളുടെ കയ്യിൽ കൊടുത്തയച്ചിട്ടുണ്ട്. അത് വ്യക്തമായി പരിശോധിച്ചതിന് ശേഷം തെറ്റായ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുവരേണ്ടതാണ്. AI സഹായമില്ലാതെ കണ്ടുപിടിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈശ്വരാ,
കണക്ക് പറഞ്ഞു. കണക്ക് പരീക്ഷ മാർക്ക് വന്നത് അല്ലാണ്ട് കുട്ടികളുടെ വ്യക്തിവൈരാഗ്യം കൊണ്ടൊന്നുമല്ല. അമ്മ ഇവിടെ വരും. അമ്മ ആ മരം കണ്ടു. അതിൽ കയറുന്ന ഉറുമ്പിനെ ശ്രദ്ധിച്ചു. അത് എത്ര തവണയാണ് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നറിയുമോ? വീഴുന്ന ഒരു പരാജയമല്ല, വീണെടുത്ത് കിടക്കുന്നതാണ് പരാജയം. അമ്മോ, ഒരു ചെടി വളരണമെങ്കിൽ അതിൽ ദിവസവും വെള്ളവും വെളിച്ചവും നൽകണം. അതുപോലെ തന്നെയാണ് അറിവ്. ഒറ്റ ദിവസം കൊണ്ട് ആരും എടുക്കലാവില്ല. നിനക്ക് എവിടെയാണോ തെറ്റുകൾ സംഭവിക്കുന്നത് അവിടെ ഞാൻ കൂടെ ഉണ്ടാകും. തെറ്റുകൾ സംഭവിക്കുന്നത് നീ ശ്രമിക്കുന്നത് കൊണ്ടാണ്. നീ ശ്രമിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അധ്യാപകർ ഒരിക്കലും വിദ്യാർത്ഥികളുടെയോ രക്ഷിതാക്കളുടെയോ ശത്രുക്കളല്ല. രക്ഷിതാക്കളും അധ്യാപകരുമാണ് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം മുന്നേറ്റി കൊണ്ടുപോകേണ്ടത്. നന്ദി. അധ്യാപകർ ഒരിക്കലും മാതാപിതാക്കളുടെയോ കുട്ടികളുടെയോ ശത്രുക്കളല്ല. അവരുടെ ഭാവി ശോഭനമാക്കാൻ ശ്രമിക്കുന്ന വഴികാട്ടികളാണ്. നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം. നമ്മുടെ കുട്ടികളുടെ ജീവിതം കൂടുതൽ മനോഹരവും സുരക്ഷിതവുമാക്കാം. നന്ദി, നമസ്കാരം.